കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എറേസിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി. ഓക്കെ, എന്താണ് എറേസിനെ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എറേസിനെ ഡയമെൻഷൻ്റെ ബേസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് 1 ഡയമെൻഷൻ എറേ, 2 ഡയമെൻഷൻ എറേ, മൾട്ടി ഡയമെൻഷൻ എറേ. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 1 ഡയമെൻഷൻ എറേയും 2 ഡയമെൻഷൻ എറേയാണ്. സോ ഇന്ന് നമുക്ക് 1 ഡയമെൻഷൻ എറേ നോക്കാം. 1 dimension arrays. A list of items can be given one variable name using only one subscript. Such a variable is called single subscript variable or 1 dimension array. അതായത് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം നമ്മൾ കൊടുക്കുന്നത്. സോ ആ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിന് നമ്മൾ ഒരു 1 വേരിയബിൾ നെയിമേ കൊടുക്കുന്നുള്ളൂ. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത് 1 ഡയമെൻഷൻ എറേ എന്ന് പറയുന്നത്. എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ക്യാൻ ബി ഗിവൺ 1 വേരിയബിൾ നെയിം. ഒരു വേരിയബിൾ നെയിം, ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റത്തിന് ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു യൂസിങ് വൺ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട്. സച്ച് എ വേരിയബിൾ, അങ്ങനെയുള്ള വേരിയബിളിനെ നമ്മൾ എന്ത് പറയുന്നത് സിംഗിൾ സബ്സ്ക്രിപ്റ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഓർ 1 ഡയമെൻഷൻ എറേ എന്ന്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 0. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു എറേസിന് എന്തുണ്ടാവും, ഇൻഡിസസ് ഉണ്ടാവും. ആ ഇൻഡിസസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എറേയിലെ എലമെൻസിനെ ആക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സ് ഓഫ് 0 0th എലമെൻറ്റ്, 0th ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്ത എലമെൻറ്റ് എക്സ് ഓഫ് 0. എക്സ് എന്ന ആ വേരിയബിൾ നെയിം. ഓക്കെ, ദെൻ എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സെട്ര എക്സ് ഓഫ് n. അങ്ങനെ നമ്മൾ എറേസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, 1 ഡയമെൻഷൻ എറേസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സി പെർഫോംസ് നോ ബൗണ്ട് ചെക്കിംഗ് ആൻഡ് ദെർഫോർ care should be exercised to ensure that the array indices are within the declared limit. Yes, സീൻ്റെ കേസിൽ അവിടെ ബൗണ്ട് ചെക്കിംഗ് ഒന്നും നടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എറേസിൻ്റെ നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എറേ ഇൻഡിസസ് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്ത ആ ലിമിറ്റിൽ തന്നെയുള്ള എറേ ഇൻഡിസസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഒരു 5 എലമെൻ്റ് ഉള്ളൊരു എറേ ക്രിയേറ്റ് ചെയ്തു, അതായത് എക്സ് ഓഫ് 5, അതായത് ആ എറേൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ നമ്മൾ അതിൻ്റെ ഇൻഡിസസ് എത്ര വരെയായിരിക്കും, 0 to 4 വരെയായിരിക്കും. ഇൻ കേസ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് എക്സ് ഓഫ് 5 എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഒരിക്കലും പറ്റില്ല, കാരണം 5 എലമെൻറ്റ്സ് അതിൻ്റെ അകത്തുള്ളത്. ബട്ട് അതിൻ്റെ ഇൻഡിസസ് എവിടെ നിന്ന് 0 to 4 വരെ ഉണ്ടാവുമല്ലോ. സോ എക്സ് ഓഫ് 5, അതായത് 5th എലമെൻറ്റ്, അതായത് ഇൻഡിസസ് 5 ഉള്ള എലമെൻറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പറ്റൂല, എറർ വരും. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് 1 ഡയമെൻഷൻ. എങ്ങനെ ഒരു 1 ഡയമെൻഷൻ എറേനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. സിൻടാക്സ്, ഡാറ്റ ടൈപ്പ് കൊടുക്കുക. സിൻടാക്സ് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ദെൻ SOA മീൻസ് സൈസ് ഓഫ് ദ എറേ. ഓക്കെ, ഡാറ്റ ടൈപ്പ് ക്യാൻ ബി ഇൻറ്റ്, ഫ്ലോട്ട്, കെയർ, എക്സെട്ര. നമുക്കറിയാം ഡാറ്റ ടൈപ്പ് എന്തിനാണ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്, അതായത് ആ എറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഏത് ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ്. ഇൻറ്റീജർ ടൈപ്പാണോ, ഫ്ലോട്ട് ടൈപ്പാണോ, അത് ഷോർട്ട് ഇൻ്റ് ആണോ, ലോങ് ഇൻ്റ് ആണോ, അല്ലെങ്കിൽ ഡബിൾ ആണോ, അത് നമുക്ക് നോക്കാൻ വേണ്ടി ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തു. ദെൻ എന്താ വേണ്ടി, നെയിം ഓഫ് ദ എറേ നമുക്കറിയാം, ഏത് നെയിം വേണം നമുക്ക് കൊടുക്കാം, അത് നമ്മൾ പ്രോഗ്രാമേഴ്സിനെ ഡിപ്പെൻഡ് ഇടാം. ദെൻ എറേസ് ഒരു അടുത്ത് എന്താണ്, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ് ഓഫ് ദ എറേ, അതായത് ആ എറേയിൽ എത്ര എലമെൻറ്റ്സിനെ മാക്സിമം എത്ര എലമെൻറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് സൈസ് ഓഫ് ദ എറേ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പ് ആണ്. ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എറേൻ്റെ നെയിമാണ്. ഓഫ് 10, അതായത് ചാറ്റ് എന്ന എറേയിൽ മാക്സിമം 10 എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് സൈസ് ഓഫ് ദ എറേ എന്ന് പറഞ്ഞാൽ 10 ആണ്. ദെൻ അടുത്തുനിന്ന് PR ഓഫ് 50, അതായത് ക്യാരക്ടേഴ്സാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. PR എന്ന എറേൻ്റെ നെയിം, ദെൻ 50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ എറേൻ്റെ സൈസാണ്. ഓക്കെ, ദെൻ സെമിക്കോളൻ. എറേ ഓഫ് char ഡാറ്റ ടൈപ്പ് ഈസ് കോൾഡ് സ്ട്രിങ്, അതായത് char ഡാറ്റ ടൈപ്പിലെ എറേനെ നമ്മൾ എന്ത് പറയും, സ്ട്രിങ് എന്നാന്ന് പറയാം. വെൻ കമ്പൈലർ സീസ് എ char സ്ട്രിങ്, ഇറ്റ് ടെർമിനേറ്റ്സ് ഇറ്റ് വിത്ത് ആൻ അഡീഷണൽ നൾ ക്യാരക്ടർ. ഒരു സ്ട്രിങ്ങിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എറേ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അഡീഷൻ നൾ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും അതിൻ്റെ എറേ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ദ സ്ട്രിങ് എറേ ഹോൾഡ്സ് ദ നൾ ക്യാരക്ടർ. സ്ട്രിങ് എറേയിൽ എന്തുണ്ടാവും, ഒരു നൾ ക്യാരക്ടർ ഉണ്ടാവും. സാധാരണ ഫ്ലോട്ടും ഇൻറ്റീജറും പോലെയല്ല, ഫ്ലോട്ട് ഇൻറ്റീജർ എത്രയാണോ അതിന് കൊടുത്ത് ആ ഒരു വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യൂ. ബട്ട് സ്ട്രിങ്ങിൻ്റെ കേസ് വരുവാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു അഡീഷൻ എറേ അവിടെ സ്റ്റോർ ചെയ്യും, അതായത് നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യുന്ന ഒരു അഡീഷൻ എറേ അവിടെ ഉണ്ടാവും. സോ ദ സ്ട്രിങ് എറേ ഹോൾഡ്സ് ദ അഡീഷൻ ക്യാരക്ടർ /0. വി മസ്റ്റ് allow 1 extra element space for the null terminator. യെസ്, ഇവിടെ എന്താണ്, ഒരു
ക്യാരക്ടർ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പം 5 ക്യാരക്ടേഴ്സ് നമ്മളവിടെ സ്റ്റോർ ചെയ്യണം. സോ നമ്മളവിടെ എന്ത് 6 ആയിരിക്കണം അതിന് സൈസ് കൊടുക്കണം. കാരണം അവിടെ എന്ത് ചെയ്യണം, ഒരു ലാസ്റ്റ് എന്ത് ചെയ്യണം, ഒരു നൾ ക്യാരക്ടർ കൂടെ അവിടെ സ്റ്റോർ ചെയ്യണം. അതിനുള്ള സ്പേസ് കൂടെ നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, ക്യാരക്ടർ എറിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരക്ടർ എറേ എപ്പോഴും ടെർമിനേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നൾ ക്യാരക്ടർ വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക. അത് /0 വെച്ചിട്ടായിരിക്കും അത് ടെർമിനേറ്റ് ചെയ്യുക. സോ അതിനുള്ള സ്പേസ്, ഒരു എക്സ്ട്രാ സ്പേസ് കൂടെ നമ്മൾ, ഒരു എക്സ്ട്രാ എറേ കൂടെ നമ്മളവിടെ കൊടുക്കണം. ടോട്ടൽ സൈസ് ഇത് എറേൻ്റെ ടോട്ടൽ സൈസ് +1 ആയിരിക്കണം. കാരണം എന്താ, അവിടെ ഇപ്പം നമുക്ക് 5 ക്യാരക്ടേഴ്സ് ഉള്ളൊരു എറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, 5 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ദെൻ വേറൊരു എറേയിൽ എന്തുകൂടെ സ്റ്റോർ ചെയ്യും, നൾ ക്യാരക്ടർ കൂടെ സ്റ്റോർ ചെയ്യും. സോ അതിനുള്ള സ്പേസ് കൂടെ, അതിനുള്ള എറേ കൂടെ അവിടെ ഉണ്ടാവണം. വി മസ്റ്റ് അലോ 1 എക്സ്ട്രാ എലമെൻറ്റ് സ്പേസ് ഫോർ നൾ ടെർമിനേറ്റർ. നൾ ടെർമിനേറ്റർ ഒരു എക്സ്ട്രാ സ്പേസ് കൂടെ നമ്മൾ കൊടുക്കണം. ഇനീഷ്യലൈസേഷൻ ഓഫ് 1 dimensional array. എങ്ങനെ ഒരു 1 dimensional array ഇനീഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം. An array can be initialized at either of the following 2 stages. Yes, നമുക്ക് എറേനെ 2 സ്റ്റേജസിലായിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന കമ്പൈൽ ടൈമിൽ ഇനീഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ റൺ ടൈം ഇനീഷ്യലൈസ് ചെയ്യാം. നോക്കാലോ. കമ്പൈൽ ടൈമിൽ നിന്ന് അറ്റ് കമ്പൈൽ ടൈം സിൻടാക്സ്, അതിൻ്റെ സിൻടാക്സ് ഒക്കെ ഡാറ്റ ടൈപ്പ്, എറേ നെയിം, then size of the array equal to curly bracket open ചെയ്തു ലിസ്റ്റ് ഓഫ് വാല്യൂസ്. ലിസ്റ്റ് ഓഫ് വാല്യൂസ് എന്ന് വരാം, ലിസ്റ്റ് ഓഫ് വാല്യൂസ് അത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ദെൻ സെമിക്കോളൻ. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ, ഇൻറ്റ് ഈസ് ദ ഡാറ്റ ടൈപ്പ്, എറേ ഈസ് ദ നെയിം ഓഫ് ദ എറേ. ഓക്കെ, ദെൻ ഓഫ് 5, അതായത് 5 എലമെൻറ്റ്സ് ആ എറേ എന്നുള്ള എലമെൻ്റ് സൈസ് മീൻസ് ആ എറേ എന്നുള്ള എറേ നെയിമുള്ള ആ എറേൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു എറേ ഡിക്ലെയർ ഈക്വൽ ടു, ദെൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, വാല്യൂസിനെ അസൈൻ ചെയ്യുക. 1, 2, 3, അതായത് 1 to 5 വരെ വാല്യൂസ് നമ്മളവിടെ അസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ സെമിക്കോളൻ. If we have more initializer than the declared size, the compiler will produce an error. This is illegal in C. ഇൻ കേസ് നമ്മൾ കൊടുത്ത സൈസ്, ഇപ്പം നമ്മൾ 5 സൈസ് കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന, അതായത് ഇനീഷ്യലൈസ് ചെയ്യുന്ന വാല്യൂസ് ആണ്, അതായത് ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ് 6 വാല്യൂസ് നമ്മൾ അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, എറർ വരും. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം അതിൻ്റെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൈസ് 5 ആണ്. സോ നമ്മൾ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പൈലർ നമുക്ക് എന്ത് ചെയ്യും, എറർ വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ് നമ്പർ ഓഫ് 3, അതായത് ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, നമ്പർ എന്ന് പറയുന്ന എറൻ്റെ നെയിമാണ്. അതിന് 3 എലമെൻറ്റ്സിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈക്വൽ ടു നമ്മൾ കേർലി ബ്രാക്കറ്റ് 1, 2, 3, 4, 5 എലമെൻറ്റ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ബട്ട് അവിടെ എന്ത് ചെയ്യും, അത് പറ്റൂല. സോ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കമ്പൈലർ നമുക്ക് എറർ കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ. എന്താണ് റൺ ടൈം ഇനീഷ്യലൈസേഷൻ നോക്കാം. സോ കമ്പൈൽ ടൈം ഇനീഷ്യലൈസേഷൻ മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂസും കൂടെ അവിടെ ഇനീഷ്യലൈസ് മീൻസ് വാല്യൂസും കൂടെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും അല്ലേ. സോ റൺ ടൈം ഇനീഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൺ ടൈമിലായിരിക്കും അത് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, കമ്പൈൽ ടൈമിൽ ഇനീഷ്യലൈസ് ചെയ്യില്ല, പകരം റൺ ടൈമിലേക്ക് ഇനീഷ്യലൈസ് ചെയ്യുക. സോ നമ്മൾ എങ്ങനെയായിരിക്കും വാല്യൂസ് കൊടുക്കുക, നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വാല്യൂസ് കൊടുക്കുക ചെയ്യാം. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഈ കേസ്. അതായത് നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാമിൽ ഡയറക്റ്റായിട്ട് വാല്യൂസ് നമ്മളെ കോഡ് തന്നെ വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കീബോർഡ് യൂസ് ചെയ്തിട്ട് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ആൻഡ് എറേ റൺ ടൈം ഇനീഷ്യലൈസേഷൻ നോക്കാം. An array can be explicitly initialized at runtime. റൺ ടൈമിൽ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് റൺ ടൈമിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് റൺ ടൈം ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് അപ്രോച്ച് ഈസ് യൂഷ്വലി അപ്ലൈഡ് ഫോർ ഇനീഷ്യലൈസേഷൻ ഓഫ് ലാർജ് അറേസ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൺ ടൈം ഇനീഷ്യലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഒരു എക്സാമ്പിൾ ആയത് ഫോർ റൺ ടൈം ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഫോർ i is equal to 0, i less than 100, semicolon, I is equal to I plus 1, that is increment ചെയ്യുന്നത്. If I less than 50 ആണെങ്കിൽ sum of I is equal to 0.0, else sum of I is equal to 1.0. ഓക്കെ, ബാക്കി കോഡ്സ് ജസ്റ്റ് ബാക്കിയുള്ള പാൻറ്റിങ് കോഡ്സിനെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡാഷ് ഇടണം. ഓക്കെ,
യെസ് ദ ഫസ്റ്റ് 50 എലമെൻറ്റ്സ് ഓഫ് ദ എറേ സം ആർ ഇനീഷ്യലൈസ്ഡ്. ഇതിലെ എറേ എന്താണ് സം ആയിരിക്കും അതിൻ്റെ എറേ. അതിൻ്റെ ഇത് ജസ്റ്റ് ഫുൾ കോഡില്ല, ജസ്റ്റ് ഒരു പീസ് ഓഫ് കോഡ് നിങ്ങൾക്ക് കൊടുത്തതേ ഉള്ളൂ എക്സാമ്പിളായിട്ട്. ഓക്കെ, റൺ ടൈം ഇനീഷ്യലൈസേഷൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു പീസ് ഓഫ് കോഡ് കൊടുത്താൽ. സോ എന്താ കോഡിൽ പറയുന്നത്? ദ ഫസ്റ്റ് 50 എലമെൻറ്റ്സ് ഓഫ് ദ എറേ സം ആർ ഇനീഷ്യലൈസ് ടു 0. യെസ്, ഫസ്റ്റ് 50 എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു? 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. വൈൽ റിമൈനിങ് 50 എലമെൻറ്റ്സ് ആർ ഇനീഷ്യലൈസ് ടു 1.0 അറ്റ് റൺ ടൈം. ഇവിടെ ഇനീഷ്യലൈസേഷൻ എപ്പോഴാണ് നടക്കുന്നത്? റൺ ടൈമിലാണ് ഇനീഷ്യലൈസ്. സോ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, we can also use a read function such as scanf to initialize an array. ഒരു arrayനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? scanf യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടത്. നമ്മളിപ്പം നമ്മൾ കീബോർഡ് വഴി എന്തെങ്കിലും വാല്യൂ ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ സം ചെയ്യേണ്ട പ്രോഗ്രാമൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ നമുക്കൊന്നിക്കൽ എന്ത് ചെയ്യുക? കോഡിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ആ സമ്മയുടെ 2 വാല്യൂസ് നമ്മൾ കോഡിൽ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇപ്പം 3യും a is equal to 3, b is equal to 2, then c is equal to a plus b. അത് 3യും 2 നമുക്ക് അതുപോലെ നമുക്ക് ആഡ് ചെയ്ത് കിട്ടും അല്ലേ? ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം സോഴ്സ് കോഡ് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ ബീൻ്റെ വാല്യൂ നമ്മൾ എവിടെ നിന്ന് എടുക്കും? നമ്മളെ കീബോർഡിൽ നിന്ന് എൻട്രി ആ റൺ ടൈമിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് അവിടെ പ്രിൻ്റ് എഫ് എന്ത് ചെയ്യാം? 2 വാല്യൂസ് എൻട്രി ചെയ്യാം. അങ്ങനെ കൊടുക്കല്ലേ നമ്മൾ? പ്രിൻ്റ് എഫ് എൻ്റർ 2 വാല്യൂസ്, ദെൻ അതെന്താണ് ആ വാല്യൂസ് എൻറ്റർ ചെയ്ത് കിട്ടും. ദെൻ നമുക്ക് താഴെ എന്ത് ചെയ്തു? സ്കാൻ ഓഫ് ആ എൻറ്റർ ചെയ്ത 2 വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നു. ആംബർസെൻ്റ് വെച്ചിട്ട് റീഡ് ചെയ്യുന്നില്ലേ? പെർസെൻറ്റേജ് കോമ ആംബർസെൻ്റ് ആംബർസെൻ്റ് ബി എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലേ? സോ അതെന്താ ചെയ്യുന്നത്? ആ റൺ ടൈമിലാണ് അവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതേ സെയിം തന്നെയാണ് ഇവിടെ എറേൻ്റെ കേസിന് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് സ്കാനഫ് യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഇനീഷ്യലൈസ് ചെയ്യുന്ന എറേ ഇനീഷ്യലൈസ് ചെയ്യുമ്പം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്കാനഫ് യൂസ് ചെയ്യാം. We can also use read function as scanf, such as scanf to initialize an array. Read function scanf യൂസ് ചെയ്തിട്ട് നമുക്ക് array initialize ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് int x of 3 എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആ 3 എലമെൻറ്റ്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യും അല്ലേ? നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ദെൻ അതിനെന്ത് ചെയ്യണം? ആ പ്രിൻറ്റ് ചെയ്ത എലമെൻറ്റ്സ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്തിട്ട് 3 എലമെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ദെൻ ആ എലമെൻറ്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? സ്കാനഫ് ആണ്. സ്കാനഫ് %d. സോ 3 എലമെൻറ്റ്സ് ആണ്. സോ %d കോമ ആംബർസെൻ്റ് x of 0 കോമ ആംബർസെൻ്റ് x of 1 കോമ ആംബർസെൻ്റ് x of 2, ദെൻ സെമിക്കോളൻ. will initialize array elements with the values entered through the keyboard. ഇവിടെ ഏത് വാല്യൂസിനെ ഇനീഷ്യലൈസ് ചെയ്യുക? നമ്മൾ കീബോർഡിലൂടെ എൻറ്റർ ചെയ്ത വാല്യൂസ്. റൺ ടൈമിൽ നമ്മൾ കീബോർഡിലൂടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനേക്ക് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ഫസ്റ്റ് 10 നമ്പേഴ്സ്. ഫസ്റ്റ് 10 നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു എറേയിൽ സ്റ്റോർ ചെയ്യും. #include stdio.h void main int i, r of 10. I എന്നാണ് ഒരു ഇൻറ്റിജർ വാല്യൂ. ദെൻ ഇൻറ്റിൻ്റെ ഐ സ്മോൾ ലെറ്റർ ആട്ടോ വേണ്ട, അത് മാറിപ്പോയതാ. ഓക്കെ, സോ ഇൻറ്റ് i, r of 10. ദെൻ ആ നമ്മൾ എന്ത് ചെയ്യും? ദെൻ സെമിക്കോളൻ. ദെൻ // ഇട്ടിട്ട് നമ്മൾ എഴുതുന്നില്ലേ? അത് ജസ്റ്റ് നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. കമൻറ്റ് ചെയ്യാമെന്ന് പറയാം അതിന്. ഓക്കെ, // ഇട്ടാൽ ആ // ഇട്ടിട്ട് എന്താണോ എഴുതുന്നത്, ഒരു സിംഗിൾ ലൈൻ കമൻറ്റ് ചെയ്യാമെന്ന് പറയും. // ഇട്ടിട്ട് എന്താണോ എഴുതുന്നത് അതൊരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. അത് ജസ്റ്റ് നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ലൈൻ, അതായത് // ഇട്ടിട്ട് നമ്മൾ എഴുതുന്ന ലൈൻ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. PR of 10, PR അല്ല, സോറി, അവിടെ P വേണ്ട, R of 10 എന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, അത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്ക്. ഓക്കെ, സോ P വേണ്ടേ. R of 10 ഈസ് ദ എറേ ഓഫ് 10 എലമെൻറ്റ്സ്. R of 10 എന്താ ഇതാ മീൻ ചെയ്യുന്നത്? അതായത് ഒരു എറേ ഓഫ് 10 എലമെൻറ്റ്സ്. R എന്ന നെയിമിലെ എറേ നെയിം R ആണ്. അതിൻ്റെ മാക്സിമം സൈസ് ആണ് 10 ആണ്. ഓക്കെ, 10 എലമെൻറ്റ്സ്. ദെൻ ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. for I is equal to 1 സെമിക്കോളൻ I less than or equal to 10 സെമിക്കോളൻ I plus plus. ഓക്കെ, R of I ആ എറയിലേക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കണം. I എന്ന് പറഞ്ഞിട്ട് കൊടുത്തു.
ഓക്കെ, സോ ഇവിടെ എങ്ങനെ ഒരു ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക? നമ്മൾ ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നമ്മൾ കണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് അതിന് എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്? 1 ആയിട്ട് ഇനീഷ്യലൈസ്. സോ ഫസ്റ്റ് അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ 1ന് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. 1 ലെസ് ദാൻ 10 ആണോ നോക്കും. യെസ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ദെൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ അതിൻ്റെ ആ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ആർ ഓഫ് ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിട്ട് മാറും. ആർ ഓഫ് ഐൻ്റെ വാല്യൂ 1 ആയിട്ട് മാറും. സോ ആർ ഓഫ് ഐൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ദെൻ പ്രിൻറ്റ് ഓഫ് ആർ ഓഫ് ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് 1 പ്രിൻറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ലൈൻ എന്താ? പ്രിൻറ്റ് ഓഫ് ഡബിൾ കോട്ടിൽ /n \n എന്ന് പറയുന്നത് എന്താണ്? \n മീൻസ് ന്യൂ ലൈൻ. സോ നമുക്കിപ്പോൾ എന്താ ഇനി അടുത്ത് എന്ത് ചെയ്തു? ആ 1 പ്രിൻറ്റ് ചെയ്ത് ദെൻ നമ്മൾ കേഴ്സർ എവിടത്തേക്ക്? ന്യൂ ലൈനിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് അഗെയിൻ നമ്മൾ എവിടത്തേക്ക്? ഫോർ ലൂപ്പിലേക്ക് പോകും. ഇനി ഈ ഫോർ ലൂപ്പ് ഇപ്പോൾ ഇനി എവിടെയാണ് പോവാം? ഇൻക്രിമെൻറ്റേഷനിലേക്കാണ് പോവുക, അതായത് i++ലേക്കാണ് പോവുക. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ i++ മീൻസ് എന്നാ? അതിൻ്റെ വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ്. സോ അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയും? 1 എന്നുള്ളത് 2 ആയി. 2 ആയിട്ട് നെക്സ്റ്റ് ഇനി എവിടത്തേക്കാണ് പോവാം? നമ്മൾ കമ്പാരിഷൻ, നമ്മൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാം. ഇവിടുത്തെ എന്നാ കണ്ടീഷൻ? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആ കണ്ടീഷൻ. സോ 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. യെസ്, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എവിടത്തേക്ക് പോകും? ആർ ഓഫ് ഐൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി? ആർ ഓഫ് ഐൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി? 2 ആയി. ദെൻ ആ 2ന് എന്ത് ചെയ്തു? അടുത്ത ലൈൻ എന്താണ്? പ്രിൻറ്റ് ഓഫ്. ആ 2നെ പ്രിൻറ്റ് ചെയ്തു. ദെൻ 2നെ പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മൾ കേഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും? ഫോർ ലൂപ്പിലേക്ക് പോകും. ഫോർ ലൂപ്പിൽ എവിടത്തേക്ക് പോവാം? ഇൻക്രിമെൻറ്റിലേക്ക് പോകും. സോ ഫോർ ലൂപ്പിൽ ഇൻക്രിമെൻറ്റിലേക്ക് പോയി. സോ ഇപ്പോൾ 2ലെ വാല്യൂ എന്താവും? 3 ആവും. ദെൻ 3 ആയിട്ട് 3 ചെക്ക് ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് യെസ് ആണെങ്കിൽ ദെൻ ഈ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും. ടിൽ അത് എത്ര വരെ പിന്നെ കണ്ടിന്യൂ ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഓരോന്ന് ഇതേപോലെ ചെക്ക് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്തു? 9 പോയി 10 ആയി. ഓക്കെ, അതിൻ്റെ വാല്യൂ 10 ആയി. അതിൻ്റെ വാല്യൂ 10 i = 10. 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ നോക്കും. യെസ്, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. നമ്മൾ എന്ത് ചെയ്തു? 10 പ്രിൻറ്റ് ചെയ്തു. പ്രിൻറ്റ് ചെയ്തിട്ട് കേഴ്സർ നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. എഗെയിൻ നമ്മൾ എവിടത്തേക്കും? ആ 10നെ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ നമുക്ക് എന്ത് എത്ര വരെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? നമുക്ക് നമ്മളെ കണ്ടീഷൻ ഫാൾസ് ആകുന്ന വരെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യും? ആ 10 എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകും. സോ 1 ഇൻക്രിമെൻറ്റ് ചെയ്താൽ 10ൻ്റെ വാല്യൂ എത്രയായി? 11 ആയി. സോ 11 ആയി. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ ചെക്ക് ചെയ്യും. 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ല. സോ നമ്മൾ ഈ പിന്നെ ഫോർ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും? ഔട്ട്പുട്ട് 1 to 10 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഒരു എറേ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിളായത്. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.